عليكم ورحمة الله وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയെ കുറിച്ചാണ്, അഥവാ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് നാം മനസ്സിലാക്കിയത്. പറഞ്ഞു നിർത്തിയത് ഖുസാഅയിൽ നിന്ന് ഖുസയ്യ് ഇബ്നു കിലാബിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഖുറൈശികൾ മക്കയുടെ അധികാരം പിടിച്ചെടുക്കുകയും പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഖുസയ്യ് ഇബ്നു കിലാബ് ഏറ്റവും നല്ല ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അറബികളിലെ ഏറ്റവും പ്രസിദ്ധമായ ഗോത്രമാണ് ഖുറൈശ് ഗോത്രം. ഖുറൈശികളുടെ ഐക്യം കാരണത്താലും കച്ചവടത്തിലെ അവരുടെ താല്പര്യം കാരണത്താലുമാണ് ഖുറൈശി എന്ന പേര് അവർക്ക് ലഭിച്ചത്. ഖുസയ്യ് ഇബ്നു കിലാബ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മജ്മഅ ഖുറൈശ്, ഖുറൈശികളെ ഒന്നിപ്പിച്ചവൻ എന്നാണ്. ഖുറൈശികളെ ഒന്നിപ്പിച്ചവൻ എന്ന പേര് ലഭിച്ച ഒരു ഭരണാധികാരിയാണ് ഖുസയ്യ് ഇബ്നു കിലാബ് എന്നത്. ഖുറൈശ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഒന്നിച്ചു കൂട്ടുക, കൂട്ടിയിണക്കുക എന്നതൊക്കെയാണ്. ധാരാളം മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞിട്ടുള്ള, ശ്രേഷ്ഠതകളൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു കൂട്ടമാണ്, ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഗോത്രമാണ് ഖുറൈശ് ഗോത്രം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് ഒരു സൂറ തന്നെ അവതരിപ്പിച്ചതായി വിശുദ്ധ
വിശുദ്ധ ഖുർആനിൽ അതാണോ കംപ്ലൈന്റ് അറിയാം. ഖുറൈശ് ഗോത്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം മഹത്വങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ കുറിച്ച് പറഞ്ഞ അതേപോലെ തന്നെ ഖുറൈശി ഗോത്രത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഭാഗം തൽക്കാലം പരാമർശിക്കാതെ പോവുകയാണ്. കാരണം പല ക്ലാസുകളിലായി കേട്ട് പരിചയമുള്ളവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് തന്നെ മക്കയെ പടച്ച റബ്ബ് ഒരുക്കുകയാണ്. ഈ ഖുസൈന്റെ ഭരണശേഷം മൂത്ത പുത്രനായ അബ്ദുദ്ദാറിന് ഭരണം ലഭിച്ചു എന്നതാണ്. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഖുസൈന്റെ മരണശേഷം പിന്നീട് അബ്ദുദ്ദാറിന് ഭരണം ലഭിക്കുകയും എന്നാൽ അബ്ദുദ്ദാറിനേക്കാൾ ജനകീയൻ അബ്ദുമനാഫാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും അതിനുശേഷം മക്കയുടെ ഭരണം അബ്ദുമനാഫിന്റെ കൈകളിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. അബ്ദുമനാഫിന് 4 സന്താനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 സന്താനങ്ങളുടെ പേരാണ് ഹാഷിമും അബ്ദുഷംസും. പിന്നീട് 2 സന്താനങ്ങളുണ്ട്, മുത്തലിബ്, അതേപോലെ തന്നെ നൗഫൽ. ഈ നൗഫലിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും വേറെ എവിടെയും നമ്മൾ കാണുന്നില്ല. അങ്ങനെ അബ്ദുൽ മനാഫിന്റെ മകൻ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് മക്കയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. ഈ ഹാഷിമിന്റെ യഥാർത്ഥ പേര് അമ്ര എന്നാണ്. എന്തുകൊണ്ടാണ് അമ്ര എന്ന എന്ന പേരുള്ള അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് ലഭിക്കാനുള്ള കാരണം ഹസമ എന്ന് പറഞ്ഞാൽ മുറിച്ചു നൽകുക എന്നാണ് അർത്ഥം. അഥവാ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് റൊട്ടി മുറിച്ചു കൊടുക്കുന്നത് കൊണ്ടും വേദിച്ചാണ് ഈ ഹാഷിം ഈ അമ്ര എന്ന അദ്ദേഹം ഹാഷിം ഇബ്നു അബ്ദു മനാഫായി മാറുന്നത്. ശരി, ഹാഷിം ഇബ്നു അബ്ദു മനാഫ് മക്കയുടെ ഭരണം വളരെ നല്ല രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഖുറൈശി ഗോത്രത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഭരണാധികാരിയാണ് ഹാഷിം ഇബ്നു അബ്ദു മനാഫ്. മക്കയിലെ സാമൂഹിക സാമ്പത്തിക ശക്തി ഉറപ്പാക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. മക്കയിലെ വിവിധ ഗോത്രങ്ങളുടെ ഏകീകരണത്തിന്റെയും വ്യാപാര നിയന്ത്രണത്തിന്റെയും തലവനായി അദ്ദേഹം അറിയപ്പെട്ടു. അങ്ങനെ ഖുറൈശികൾക്കിടയിൽ സർവസമ്മതനായി എല്ലാവരാലും ഇഷ്ടപ്പെട്ട ഒരു നേതാവായി ഭരണാധികാരിയായി ഹാഷിം ഇബ്നു അബ്ദു മനാഫ് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മക്കയുടെ സാമ്പത്തിക ഭദ്രത ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. മാത്രവുമല്ല, അങ്ങനെ അറബ് ദേശത്തിന്റെ വാണിജ്യ തലസ്ഥാനമായി മക്ക മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിലുള്ള കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, മറ്റിതര രാജ്യത്ത് നിന്ന്, പ്രദേശത്ത് നിന്ന്, ദേശത്ത് നിന്നൊക്കെ മക്കയിലേക്ക് കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. മക്കയിലെ മാർക്കറ്റിൽ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ്. അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ മാത്രം അപൂർവമായി ലഭിച്ചിരുന്ന നല്ല പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ വലിയ വലിയ മാർക്കറ്റുകളിൽ ലഭിച്ചിരുന്ന സാധനങ്ങളെല്ലാം മക്കയുടെ മാർക്കറ്റിലേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യഅതീക റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. മറ്റു പല സ്ഥലങ്ങളിൽ ലഭിച്ചിരുന്ന റിസ്കുകളെല്ലാം, അതേപോലെ തന്നെ സാധനങ്ങളെല്ലാം മക്കയുടെ മാർക്കറ്റിലേക്ക് എത്തുകയാണ് എന്ന്. അങ്ങനെ ഹാഷിം മക്കയുടെ പുറത്തുള്ള നിരവധി ഗോത്രങ്ങളായും രാജ്യങ്ങളായും വാണിജ്യ കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഹാഷിമിന്റെ സഹോദരന്റെ പേരാണ് അബ്ദുഷംസ്. അബ്ദുഷംസ് എന്ന് പറഞ്ഞാൽ ഈ ഹാഷിമിനെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തയാളിന്റെ പേരാണ് അബ്ദുഷംസ്. കാരണം ഹാഷിമിന്റെ ഭരണത്തിൽ ഏറെ അസൂയപ്പെട്ടിരുന്നയാളാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനായ അബ്ദുഷംസ്. ഈ അബ്ദുഷംസിന്റെ പരമ്പരയിൽപ്പെട്ട മക്കളിൽപ്പെട്ട ആളുകളാണ് പിന്നീട് ഉമയ്യ ഗോത്രക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സമ്പത്ത് കണ്ടെത്തിയിരുന്നത് പ്രധാനമായും കച്ചവടത്തിലൂടെയാണ്. വർഷത്തിൽ 2 തവണയുള്ള പ്രധാനപ്പെട്ട യാത്രകൾ ആ ഖുറൈശികളുടെ സാമ്പത്തിക ഭദ്രത, കച്ചവടം അതൊക്കെ വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുറൈശ്, ആ ഖുറൈശികളുടെ പേരിൽ അവരെ മാത്രം പരാമർശിക്കുന്ന ഒരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുറൈശികളുടെ യാത്രയെ കുറിച്ച് പറയുന്നത്, ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുകയാണ്. വേനൽക്കാലത്തും ശൈത്യകാലത്തും ഖുറൈശികൾക്ക് യാത്ര നടത്താൻ സാധിച്ചത്, ഏത് യാത്ര? കച്ചവട യാത്ര നടത്താൻ സാധിച്ചത് അത് അല്ലാഹു അവർക്ക് നൽകിയ വലിയ അനുഗ്രഹമായി സൂചിപ്പിക്കുകയാണ്. അഥവാ വേനൽക്കാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും അവർ യാത്ര ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ യാത്ര ആരംഭിച്ചത് ഹാഷിമിന്റെ ഭരണകാലത്തായിരുന്നു എന്നതാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി, ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഹാഷിമിന്റെ വിവാഹം. ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് വേഗം ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്ര പ്രധാനപ്പെട്ട വിഷയം നബിയുടെ ജീവിതമാണല്ലോ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ അതിന്റെ ആമുഖം എന്നുള്ള നിലക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത്. ഹാഷിം ഇബ്നു അബ്ദു മനാഫ് അദ്ദേഹം കച്ചവട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി മദീനയിൽ വിശ്രമിക്കാൻ വേണ്ടി കുറച്ചു ദിവസങ്ങൾ തങ്ങുകയാണ്. അവിടെ വെച്ചാണ് സൽമ എന്ന് പറയുന്ന നജ്ജാർ ഗോത്രക്കാരിയായ സൽമയെ കാണുന്നത്. അങ്ങനെ സൽമയുടെ കുടുംബത്തിൽ വിവാഹ അന്വേഷണവുമായി അദ്ദേഹം കടന്നു ചെല്ലുകയും എനിക്ക് സൽമയെ വിവാഹം ചെയ്തു തരണം എന്നാവശ്യപ്പെടുകയും അവർ സന്തോഷത്തോടുകൂടെ, കാരണം മക്കയുടെ ഭരണാധികാരിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് തന്നെ സൽമയുടെ വീട്ടുകാർക്ക് യാതൊരു രൂപത്തിലുള്ള എതിർപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സൽമയെ മദീനക്കാരിയായ നജ്ജാർ ഗോത്രക്കാരിയായ സൽമയെ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് വിവാഹം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്.
മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുമായിട്ടുള്ള കുടുംബ ബന്ധം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുപ്പയാണല്ലോ, അഥവാ റസൂലുള്ളാഹിന്റെ വാപ്പയായ അബ്ദുള്ളയുടെ വാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ആ വാപ്പയിൽപ്പെട്ട വാപ്പയാണ് യഥാർത്ഥത്തിൽ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്നത്. അങ്ങനെ ഈ ഹാഷിമിനെ ആ മദീനയിൽ നിന്ന് വിവാഹം ചെയ്യിക്കുന്നതിൽ, വിവാഹബന്ധമുണ്ടാക്കുന്നതിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ഒരു കണക്ഷൻ, ഒരു ബന്ധം അവിടെ നിന്ന് സ്ഥാപിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഹാഷിം മക്കയിലേക്ക് യാത്ര പോയി. മക്കയിൽ സൽമയുമായി നല്ലൊരു ദാമ്പത്യ ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അവർ ജീവിക്കുന്നതിനിടയിൽ ഹാഷിം വീണ്ടും ഫലസ്തീനിലേക്ക് അഥവാ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. പ്രധാനപ്പെട്ട 2 യാത്രകളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഷാമിലേക്കുള്ള യാത്ര. ലബനാനും ഫലസ്തീനും ജോർദാനും ഒക്കെ അടങ്ങുന്ന ഷാം എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള യാത്ര. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് ഹാഷിം ഇബ്നു അബ്ദുൽ മനാഫ് പോവുകയാണ്. പക്ഷേ അവിടെ ചെന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഈ ഹാഷിമിന് അസുഖം ബാധിക്കുകയാണ്. അവിടെ വെച്ച് ഹാഷിം മരണപ്പെടുകയാണ്. ഹാഷിം മരണപ്പെടുന്നത് ഫലസ്തീനിലെ ഗസയിലാണ്. ആ ഗസയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ മറമാടി എന്നതാണ്. മാത്രവുമല്ല ഗസയുടെ മറ്റൊരു പേരായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഗസ്സത്ത് ഹാഷിം എന്നതാണ്. ഇനിയും തീരുന്നില്ല. ഇന്നും ഗസയിൽ ഒരു മസ്ജിദ് ഉണ്ടവിടെ, ഒരു പള്ളിയുണ്ടവിടെ. ആ പള്ളിയുടെ പേര് മസ്ജിദ് സയ്യിദ് ഹാഷിം എന്നാണ്. ഫലസ്തീനിലെ ഗസയിൽ ഇന്നും ഒരു പള്ളിയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്ന ഭരണാധികാരി കച്ചവടത്തിന് വേണ്ടി ഗസയിലേക്ക് ഫലസ്തീനിലേക്ക് യാത്ര പോയപ്പോ അവിടെ വെച്ച് മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും ഗസ അറിയപ്പെടുന്നതും ആ ഗസയിൽ ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഗസ എന്ന് പറഞ്ഞാൽ, ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ, ഷാമിന്റെ വിവിധ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു പ്രദേശം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖുറൈശ് എന്ന് പറഞ്ഞ ആ സൂറത്തുൽ ഖുറൈശിൽ പരാമർശിച്ച ആ യാത്രക്ക് തുടക്കം കുറിച്ചത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോ ആ ഗസക്ക്, ആ ഫലസ്തീനിലെ, ആ ഷാമിന്റെ വിവിധ ഭാഗങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഗസ എന്ന് കേൾക്കുമ്പോ, ഫലസ്തീൻ എന്ന് കേൾക്കുമ്പോ ഇന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരവസ്ഥ തന്നെയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ. പക്ഷേ സൂചിപ്പിക്കാതെ വയ്യ. ഈ ഗസയെ കുറിച്ച് പറയുമ്പോ ഇന്നലെയും മിനിയാനുമൊക്കെയായി അല്ല, കാലങ്ങളായി, വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ പ്രയാസകരമായ അവസ്ഥ, അവിടുത്തെ പിഞ്ചുമക്കൾ, അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ ആളുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥ, എക്കാലഘട്ടത്തിലെയും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ അക്സ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ നമ്മൾ കണ്ടല്ലോ, ഗസ സിറ്റിയെ തുടർച്ചയായി തകർത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ആട്ടിപ്പായിക്കുകയാണ് ഇസ്രായേലി ജൂതന്മാർ. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയാണ്. ചോരക്കളമായി ഗസ മാറുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ച. ജനിച്ച മണ്ണിൽ നിന്നും വേരോടെ പിഴുതെറിയപ്പെട്ട ഒരു സമൂഹം, കയ്യിൽ കിട്ടിയതെല്ലാം വാരിക്കൂട്ടി എങ്ങോട്ടെന്നറിയാതെ നടന്നു നീങ്ങുന്നൊരു ജനത, ലോകം മുഴുവൻ കൂടെയുണ്ടായിട്ടും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകൾ, ലോകത്തൊരു ജനതയും അനുഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ദാഹജലം കിട്ടാതെ തൊണ്ടവറ്റി പട്ടിണിയിൽ കിടന്ന് പ്രയാസപ്പെടുമ്പോഴും ഈമാൻ കൈവിടാത്ത ഒരു ജനതയെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മറക്കരുത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അക്സയുടെ മണ്ണിനെ മറക്കാൻ പാടില്ല. കാരണം ആ പരിശുദ്ധ ഭൂമിയും ആ പരിശുദ്ധ മസ്ജിദും
ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ട മണ്ണാണ്, ഇടം പിടിക്കേണ്ട നാടാണ്. ആ നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഗസയെ കുറിച്ച്, ഫലസ്തീനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ധാരാളം സംഭവങ്ങളുണ്ട്. സാന്ദർഭികമായി ചില കാര്യങ്ങളിലൂടെ ശ്രദ്ധ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കിബില ആ മണ്ണിലാണ്. ഭൂമിയിൽ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട ഭവനം അവിടെയാണുള്ളത്. വിശ്വാസികളുടെ മൂന്നാമത്തെ ഹറം അഖ്സ ഭൂമിയിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അഖിലവും കടന്നു വന്ന മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ കടന്നു വന്ന മണ്ണാണ് ഫലസ്തീന്റെ മണ്ണ്. അതുപോലെ തന്നെ ഒരു റക്അത്തിന് 100 റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദ് ഉള്ളതും അവിടെയാണ്. തീർന്നില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗസയുടെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ചൂണ്ടിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നാളെ മഹ്ശറിൽ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നത് ഇവിടെയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. തീർന്നില്ല, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങുന്ന മണ്ണിന്റെ പേരും മറ്റൊന്നല്ല, അത് ഗസ എന്നാണ്, അത് ഫലസ്തീൻ എന്നാണ്. ദജ്ജാൽ വരുന്നതും ദജ്ജാൽ കൊല്ലപ്പെടുന്നതും സിറിയയുടെ മണ്ണിൽ വെച്ചാണ്. യഅജൂജ് മഅജൂജിനെ നശിപ്പിക്കപ്പെടുന്ന മണ്ണും അതും ഫലസ്തീന്റെ മണ്ണിലാണ്. ഖുറൈശികൾക്ക് അല്ലാഹു അനുഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മണ്ണും ഫലസ്തീന്റെ മണ്ണ് തന്നെയാണ്, ഷാമിന്റെ മണ്ണ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം, ഗസയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു വൈകാരികമായ ഒരു ആത്മബന്ധം കടന്നു വരേണ്ടതുണ്ട്. അവിടുത്തെ സഹോദരങ്ങൾ ഇന്ന് നരകയാതന അനുഭവിക്കുകയാണ്. അവരാണ് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും ഉറപ്പാണ്, ഒരു ദിവസം ആ ഭൂമി മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഖിയാമത്ത് വരുന്നതിന് മുമ്പ് അഖ്സ പള്ളിയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു ചെല്ലുകയും അവിടെ സുജൂദ് ചെയ്യുകയും അവിടുത്തെ ചാവി മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമെന്നത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അവസാന കാലഘട്ടത്തിൽ അള്ളാഹു ഡമസ്കസിൽ നിന്ന് ഒരു വിഭാഗം സൈന്യത്തെ നിയോഗിക്കും. അവരാകും അറബികളിലെ ഏറ്റവും നല്ല കുതിരപ്പടയാളികൾ. അവരായിരിക്കും ഏറ്റവും നല്ല ആയുധ പോരാളികൾ. യുഅയ്യിദുല്ലാഹു ബിഹിമുദ്ദീൻ, അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ശക്തി നൽകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫലസ്തീന്റെ മണ്ണിനെ കുറിച്ച്, ഖുദ്സിന്റെ മണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. അവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ നമസ്കാര ശേഷം നമ്മുടെ പ്രാർത്ഥനകളിൽ ആ ഗസയുടെ മക്കളെ ഓർമ്മപ്പെടുത്തണം. ആ ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ നമുക്ക് സാധിക്കണം. റഹ്മാനും റഹീമുമായ നാഥ, പരിപൂർണമായ സംരക്ഷണം ഗസയിലെ ഫലസ്തീനിലെ മക്കൾക്ക് നീ നൽകി അനുഗ്രഹിക്കണയല്ല. അവർ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടുന്നവരാണ്. മുസ്ലിമായി എന്നൊരൊറ്റ കാരണത്താൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഷഹീദിന്റെ പദവി നൽകി ആദരിക്കണയല്ല. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഗസ്സ, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും, അല്ലാഹുമ്മ കശിഫ് الضر عن ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ ഇശ്ഫി ജർഹാഹും, അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅഹും, അല്ലാഹുമ്മ ഇന്നഹും ജൗആ ഫഅത്ഇംഹും, അല്ലാഹുമ്മ ഇന്നഹും മദ്ലൂമൂൻ ഫൻസുർഹും, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ശരി, ഹാഷിം ആ ഗസയിൽ വെച്ച് മരണപ്പെടുകയാണ്. ഹാഷിം മരണപ്പെട്ടതിന് ശേഷം സൽമ വീണ്ടും മദീനയിലേക്ക് യാത്രയാവുകയാണ്. സൽമ പോകാനുള്ള ചില കാരണങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സൽമക്ക് അവിടെ ഒറ്റപ്പെട്ടു എന്നതാണ്, വല്ലാതെ പ്രയാസപ്പെട്ടു. ചില റിപ്പോർട്ടിൽ കാണുന്നു സൽമയെ അവരുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയതാണ്. കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ വന്നപ്പോ ഈ ഹാഷിമിന്റെ കുടുംബക്കാർ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ് എന്നുകൂടെ കാണാൻ കഴിയും. അതുമല്ല, മൂന്നാമത്തെ അഭിപ്രായം, അവിടെ നിന്നും മദീനയിലേക്ക് ഒരു കച്ചവട സംഘം പോയപ്പോ ആരുമറിയാതെ സൽമ അവരോടൊപ്പം യാത്രയായതാണ് എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഈ സൽമ മദീനത്തേക്ക് പോയി. സൽമ പോകുമ്പോ സൽമ ഗർഭിണിയായിരുന്നു. സൽമ മദീനത്തേക്ക് എത്തുമ്പോ സൽമ ഗർഭിണിയായിരുന്നു. അങ്ങനെ മദീനത്തെത്തിയ ശേഷം സൽമ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ആ കുഞ്ഞിന്റെ പേരാണ് ഷൈബ എന്നത്.
ഷൈബ എന്ന് ആ കുഞ്ഞിന് പേരിട്ടു. സൽമ അഥവാ ഹാഷിമിന്റെ ഭാര്യയായ സൽമ പ്രസവിച്ച കുട്ടിയുടെ പേരാണ് ഷൈബ എന്നത്. അങ്ങനെ ഷൈബ മദീനത്ത് നജ്ജാർ ഗോത്രക്കാർക്കിടയിൽ വളരുകയാണ്. നല്ല മോനായി അവിടെ ജനിക്കും മുമ്പേ വാപ്പ നഷ്ടപ്പെട്ട, വാപ്പയുടെ സ്നേഹം എന്തെന്നറിയാതെ, വാപ്പയുടെ ബന്ധുക്കളാരെന്നറിയാതെ, വാപ്പയുടെ നാട്ടുകാരെ കുറിച്ചറിയാതെ ഷൈബ മദീനത്ത് കളിച്ചു വളരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹാഷിമിന്റെ മറ്റൊരു സഹോദരനായ മുത്തലിബ്. ഹാഷിമിന്റെ മറ്റൊരു സഹോദരന്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ. 4 മക്കളിൽ ഒരു മോന്റെ പേരാണ് പിന്നെ മുത്തലിബ് എന്നത്. അങ്ങനെ മുത്തലിബ് മദീനത്തേക്ക് പോവുകയാണ്. മദീനത്തേക്ക് പോകുന്നത് ചില റിപ്പോർട്ടിൽ കാണുന്നത് അവരെ കുറിച്ച് അറിയുകയും അവരുടെ കുടുംബവിശേഷം അറിയാൻ വേണ്ടി ഒന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് പോയത് എന്നൊക്കെ ചില റിപ്പോർട്ടിൽ കാണുന്നു. ഏതായിരുന്നാലും സൽമയെ കുറിച്ചറിയാൻ, ഹാഷിമിന്റെ കുടുംബത്തെ കുറിച്ചറിയാൻ വേണ്ടി ഈ മുത്തലിബ് മദീനത്തേക്ക് യാത്രയാവുകയാണ്. മദീനത്തേക്ക് മുത്തലിബ് യാത്രയാകുമ്പോ ഹാഷിമിന്റെ ഭാര്യയായ സൽമ അവർ പ്രസവിച്ചതിനെ കുറിച്ച് മുത്തലിബിന് അറിയില്ലായിരുന്നു. അവിടെ അങ്ങനെ ഒരു കുട്ടി വളരുന്നുണ്ട് എന്ന കാര്യം മുത്തലിബിന് അറിയില്ലായിരുന്നു. ഷൈബ എന്നൊരു മോൻ എന്റെ സഹോദരന് മദീനത്ത് വെച്ച് അവരുടെ ഭാര്യയായ സൽമ ജന്മം കൊടുത്തിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ട് എന്ന കാര്യം മുത്തലിബിന് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കേവലം ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യാത്രയായിരുന്നു ഈ മുത്തലിബിന്റെ യാത്ര മദീനത്തേക്ക്. പക്ഷെ അവിടെ എത്തിയപ്പോ കുടുംബത്തിൽ വെച്ച് ഈ ഷൈബ എന്ന കുട്ടിയെ കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ സഹോദരപുത്രനായ ആ ഷൈബയെ തിരിച്ചറിയുകയാണ് മുത്തലിബ്. അങ്ങനെ അവസാനം സൽമയോട് നിർബന്ധിക്കുകയും ഞാനിവനെ കൊണ്ടുപോകട്ടെ എന്നാവശ്യപ്പെടുകയും, അങ്ങനെ അവസാനം സൽമ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഇവൻ വളരേണ്ടത് മക്കയിലാണെന്നും അവന്റെ വാപ്പയുടെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോകട്ടെ എന്നൊക്കെ നിർബന്ധം പറഞ്ഞപ്പോ അവസാനം സൽമ സമ്മതിക്കുകയാണ്. അങ്ങനെ ഹാഷിമിന്റെ പുത്രനായ ഈ ഷൈബയെയും കൂട്ടി അവിടുത്തെ ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബ് മക്കയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മദീനത്ത് നിന്നും മക്കയിലേക്ക് എത്തി. മക്കയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചപ്പോ ആളുകളൊക്കെ കണ്ടു മദീനത്ത് നിന്നും മുത്തലിബ് വരുന്ന യാത്ര. മുത്തലിബിന്റെ ഒട്ടകപ്പുറത്ത് മുത്തലിബിന്റെ പിന്നിലായ ഒരു കുട്ടിയുണ്ട്. ആളുകളൊക്കെ വിചാരിച്ചു അത് മദീന മാർക്കറ്റിൽ നിന്നും മുത്തലിബ് വാങ്ങിയ മുത്തലിബിന്റെ അടിമയാണ് എന്ന്. അങ്ങനെയാണ് ആളുകൾ ആ കുട്ടിയെ കുറിച്ച് വിളിച്ചു മുത്തലിബിന്റെ അടിമ എന്ന അർത്ഥം വരുന്ന അറബി പേര് ആ കുട്ടിയെ ആളുകൾ വിളിച്ചു അബ്ദുൽ മുത്തലിബ്. ആ കുട്ടിയെ നേരത്തെ ഷൈബ എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയെ ആളുകൾ വിചാരിച്ചു മുത്തലിബിന്റെ അടിമയാണ്, മുത്തലിബ് മാർക്കറ്റിൽ നിന്ന് മദീന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് വിചാരിച്ചിട്ടാണ് മക്കയിലെ ആളുകൾ ആ കുട്ടിയെ വിളിച്ചത് അബ്ദുൽ മുത്തലിബ് എന്ന്. എല്ലാവരും പെട്ടെന്നൊരു പാട്ടായി, മക്കയിൽ ഇങ്ങനെ പാട്ടായി, ഇതാ മുത്തലിബ് മദീനയിൽ നിന്നും ഒരടിമയെ വാങ്ങിയിരിക്കുന്നു, അബ്ദുൽ മുത്തലിബ് എന്ന ആ കുട്ടി എല്ലാവരും വിളിച്ച്. പിന്നീട് ആ കുട്ടി അറിയപ്പെട്ടത് ഷൈബ എന്നല്ല, മറിച്ച് അബ്ദുൽ മുത്തലിബ് എന്നാണ്. ആ കുട്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ വാപ്പയായ അഥവാ പ്രവാചകന്റെ വെല്ലിപ്പയായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുട്ടി എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ അബ്ദുൽ മുത്തലിബ് അവിടെ ജീവിക്കുകയാണ്. മുത്തലിബ് 82ാമത്തെ വയസ്സിൽ മുത്തലിബ് മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ടത് നേരത്തെ ഹാഷിം മരണപ്പെട്ടതുപോലെ തന്നെ ഒരു കച്ചവട യാത്രയിലാണ് എന്നുകൂടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, പടച്ച റബ്ബിന്റെ നിശ്ചയപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ മകനായി അബ്ദുള്ള ജനിക്കണമെന്നും അങ്ങനെ അബ്ദുള്ളയുടെ മകനായി മുഹമ്മദ് നബി മക്കയിൽ വളരണമെന്നും എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതിനെല്ലാം പടച്ച റബ്ബ് ഒരുക്കുകയാണ് ആ മക്കാ ഭൂമിയെ. അങ്ങനെ ഷൈബ എന്ന അബ്ദുൽ മുത്തലിബ് മദീനയിൽ വളരുകയാണ് എന്ന് മാത്രമല്ല, ആ മുത്തലിബിന്റെ മരണശേഷം മക്കയുടെ ഭരണാധികാരിയായി അബ്ദുൽ മുത്തലിബ് കടന്നു വരികയാണ്. മക്കയുടെ നേതാവായി മാറുകയാണ് അബ്ദുൽ മുത്തലിബ്. അങ്ങനെ കഅബയുടെ പരിചരണം അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലായി. മക്കയുടെ നേതാവായി എന്ന് മാത്രമല്ല, മക്കക്കാർക്കിടയിൽ മാത്രമല്ല, ആ പ്രദേശത്തെ മുഴുവൻ അറബികൾക്കിടയിൽ അറിയപ്പെടുന്ന തരത്തിൽ മുത്തലിബിന്റെ സ്ഥാനവും മഹത്വവും വർദ്ധിച്ചു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല, അദ്ദേഹത്തിന്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്നതിനേക്കാൾ പദവിയും ആദരവും
അബ്ദുൽ മുത്തലിബിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സർവസമ്മതനായി നേരത്തെ ഹാഷിമിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളും ശക്തമായ രൂപത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി, മക്കയുടെ ഇഷ്ടനായകനായി അബ്ദുൽ മുത്തലിബ് മക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ മറ്റു ചില പേരുകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഷൈബ എന്നാണ്. എന്തുകൊണ്ടാണ് ഷൈബ എന്ന അദ്ദേഹത്തിന് പേര് വരാനുള്ള കാരണം? അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ തലമുടിയിൽ കുറച്ചു ഭാഗം നര വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നരച്ചത് എന്ന അർത്ഥം വരുന്ന ഷൈബ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന് നൽകിയതെന്ന് കാണാൻ കഴിയും. മറ്റൊന്ന് ബൈത്തുൽ ഹംദ് എന്നാണ്. ബൈത്തുൽ ഹംദ് എന്നത് ഷൈബത്തുൽ ഹംദ് എന്നാണ്. എന്തുകൊണ്ടാണ് ഷൈബത്തുൽ ഹംദ് എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം? അദ്ദേഹം ധാരാളം നന്മ ചെയ്യുന്നതിനാലും ധാരാളം ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതിനാലും എല്ലാവരും അദ്ദേഹത്തെ മധുഹ് പറയുമായിരുന്നു, പാടിപ്പുകഴ്ത്തുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷൈബത്തുൽ ഹംദ് എന്ന പേര് വരാനുള്ള കാരണം. മറ്റൊരു പേര് ഫയ്യാദ് എന്നായിരുന്നു. കാരണം ഒഴുകുന്ന നദി പോലെ, ഫയ്യാദ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദി എന്നാണ് അർത്ഥം. ഒഴുകുന്ന നദി പോലെ വലിയ ധർമ്മിഷ്ഠനായ ഒരാളായിരുന്നു ഈ അബ്ദുൽ മുത്തലിബ് എന്നതാണ്. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് നൽകിയ പേരാണ് ഫയ്യാദ് എന്ന്. മാത്രവുമല്ല, മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇതര ജന്തു ജീവജാലങ്ങൾക്ക് വരെ, പക്ഷികൾക്കും പറവകൾക്കും വരെ, കുന്നിൻ മുകളിൽ ഉള്ള പക്ഷികൾക്കും പറവകൾക്കും വരെ അവിടെ നിന്ന് പോയി ഭക്ഷണങ്ങൾ നൽകുമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സ്വന്തം ഒട്ടകത്തറുത്ത് മാംസം വിതരണം ചെയ്യുമായിരുന്നു എന്നൊക്കെ ചരിത്രം നമ്മളെ കേൾപ്പിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ വിവാഹം ബനു സഹ്റ ഗോത്രക്കാരിയായ ഹാല എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെയാണ് അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിക്കുന്നത്. വേറെയും ഭാര്യമാരുണ്ടായിരുന്നു, 4 or 5 ഭാര്യമാർ അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അബ്ദുൽ മുത്തലിബിന് 12 ആൺമക്കളും 6 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. 12 ആൺമക്കളും 6 പെൺമക്കളുമാണ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അബ്ദുൽ മുത്തലിബ് മക്കയുടെ ഭരണം നടത്തുന്ന ആ സന്ദർഭത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മക്കയുടെ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ വലിയ അത്ഭുതങ്ങൾ, അതിലൊന്നാണ് സംസമിന്റെ പുനരുത്ഭവം. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ജുർഹും ഗോത്രക്കാർ മക്ക വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഒരിക്കലും സംസം കിണർ കാണാൻ കഴിയാത്ത രൂപത്തിൽ, അതിന്റെ അടയാളം പോലും ബാക്കിയാക്കാത്ത രൂപത്തിൽ ആ സംസം കിണർ അവർ മൂടിക്കളയുന്നുണ്ട്. ജുർഹും ഗോത്രക്കാർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണം, അതേപോലെ തന്നെ ഹജ്ജിന് വരുന്ന ആളുകൾ മക്കയിൽ കാണിക്ക വെച്ചിരുന്ന സ്വർണം, അതെല്ലാം ആ സംസം കിണറിലേക്ക് ഇട്ട് മൂടി. ആ സംസം കിണർ ഇനി ബാക്കി വരുന്ന ആളുകൾക്ക് ഒരിക്കലും തിരിച്ചറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ മക്ക വിട്ട് യമനിലേക്ക് യാത്രയായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അപ്പോഴൊന്നും അവിടെ സംസമില്ല. 300-400 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ ഭരണകാലത്താണ് സംസം അവിടെ വരുന്നത്. സംസമിന്റെ പുനരുത്ഭവത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അരികെ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് 4 ദിവസം അബ്ദുൽ മുത്തലിബ് തുടർച്ചയായ സ്വപ്നം കണ്ടു എന്നാണ്. ഒരാൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, 1ാമത്തെ ദിവസം പറഞ്ഞു, നീ ത്വയ്ബ കുഴിക്കണം. ത്വയ്ബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് എന്നർത്ഥം. അദ്ദേഹത്തോട് പറഞ്ഞു ത്വയ്ബ കുഴിക്കണം. അദ്ദേഹം ചോദിച്ചു, എന്താണ് ത്വയ്ബ? വമത്വയ്ബ, എന്താണ് ത്വയ്ബ? പക്ഷേ അതിനുത്തരം സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞില്ല. അപ്പോഴേക്ക് സ്വപ്നം അവസാനിച്ചു. 2ാമത്തെ ദിവസം ഇതേ ആള് വന്നിട്ട് സ്വപ്നത്തിൽ പറഞ്ഞു, നീ ബർറ കുഴിക്കുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വമാ ബർറ, എന്താണ് ബർറ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആ സ്വപ്നത്തിൽ വന്നയാൾ മറുപടി പറയുന്നില്ല. അങ്ങനെ സ്വപ്നം അന്നും അവസാനിച്ചു. 3ാമത്തെ ദിവസം ആ സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു, നീ മലനൂനെ കുഴിക്കുക. വമാ മലനൂൻ, എന്താണ് മലനൂൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും മറുപടി പറഞ്ഞില്ല. 4ാമത്തെ ദിവസം സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു, നീ സംസം കുഴിക്കുക. ഇഹ്ഫിർ സംസം, നീ സംസം കുഴിക്കുക. ലാ തൻസിഫു അബദൻ വലാ തുസമ്മുൻ, അതൊരിക്കലും വച്ചുകയില്ല, അതൊരിക്കലും അപമാനിക്കപ്പെടുകയില്ല. തസ്കിൽ ഹാജൽ അഅലം, അത് തീർത്ഥാടകർക്കുള്ള വെള്ളമാണ്, അതുകൊണ്ട് അത് കുഴിക്കണം എന്ന് ആ സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു കൊടുത്തുവെന്നാണ്. എന്നിട്ട് 4ാമത്തെ ദിവസം എവിടെയാണ് സംസമിന്റെ അടയാളം, എവിടെയാണ് സംസമിന്റെ കിണറുള്ളത് എന്നൊക്കെ കൃത്യമായ അടയാളം കൂടി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു.
അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി തന്റെ മകനായ ഹാരിസയെയും കൂട്ടി സംസമിന്റെ നേരത്തെ പറഞ്ഞ അടയാളം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ശരിയാണെങ്കിൽ അടയാളമായി സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു കൊടുത്തത്, ഇന്ന സ്ഥലത്തേക്ക് പോയാൽ കഅബയുടെ ഇന്ന ഭാഗത്ത് ഒരു വെളുത്ത കാക്കയുണ്ടാകും, ആ വെളുത്ത കാക്കയുടെ തൊട്ടടുത്ത് കുറച്ച് ഉറുമ്പുകൾ കൂടുകൂട്ടിയിട്ടുണ്ടാകും, ആ ഭാഗത്തായിരിക്കണം നീ കുഴി കുഴിക്കേണ്ടത് എന്നുവരെ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഇതെല്ലാം സ്വഹീഹായ ഹദീസിലോ വിശുദ്ധ ഖുർആനിലോ ഉള്ള പരാമർശങ്ങളല്ല, മറിച്ച് അറബികളുടെ ചരിത്രം രേഖപ്പെടുത്തിയിടത്ത് മുൻഗാമികൾ പറഞ്ഞതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം തന്റെ മകനായ ഹാരിസിനെയും കൂട്ടി ആ പറയപ്പെട്ട പ്രദേശത്തേക്ക് കുഴി കുഴിക്കാൻ വേണ്ടി പോവുകയാണ്. അന്ന് നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുൽ മുത്തലിബിന് 12 ആൺമക്കളും 6 പെൺമക്കളുമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ സ്വപ്നം കാണുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ഒരൊറ്റ ആൺകുട്ടി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഹാരിസ് എന്നത്. അങ്ങനെ ഹാരിസിനെയും കൂട്ടി അദ്ദേഹം സംസം ഈ കിണർ കുഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വെച്ച് സംസം ഇങ്ങനെ കുഴിക്കാൻ ആ കിണർ കുഴിക്കാൻ തുടങ്ങി. ആളുകൾ വന്നു, മക്കയിലെ ഖുറൈശികൾ വന്നു. അവരൊക്കെ വന്നുകൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ പറഞ്ഞു. അവരൊക്കെ ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും പറഞ്ഞു. അല്ല, ഈ കുന്നിൻ മുകളിൽ ഈ കല്ലിന്റെ ഭാഗത്ത് എന്താണ് നീ കുഴിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് ഏറെ സങ്കടപ്പെട്ടു. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും പരിഹസിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു എന്നാണ്, അള്ളാഹുവേ, എനിക്കൊരു 10 നല്ല ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, തന്റെ ഇടമുള്ള നല്ല ആൺകുട്ടികളായ 10 പേരുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ പരിഹാസത്തെ നേരിടാൻ അവരെനിക്ക് മതിയാകുമായിരുന്നു. കാരണം ആ കാലഘട്ടത്തെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ വലിയ അഭിമാനവും അന്തസ്സുമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അബ്ദുൽ മുത്തലിബ് അന്നങ്ങനെ പറഞ്ഞത്. എനിക്കൊരു 10 ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് മറുപടി പറയാൻ അവർ മതിയാകുമായിരുന്നു. അബ്ദുൽ മുത്തലിബ് സംസാരം അവിടെ അവസാനിപ്പിച്ചില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് 10 ആൺകുട്ടികളെ നീ നൽകിയാൽ, അവർക്ക് പ്രായപൂർത്തിയെത്തിയാൽ അതിലൊരാളെ ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ഞാൻ നിനക്ക് വേണ്ടി ബലി നൽകും അല്ലാ എന്നുകൂടെ അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ച് പറയുന്നുണ്ട്. ശരി, അങ്ങനെ അവർ കുഴി കുഴിക്കാൻ തുടങ്ങി. ഖുറൈശികൾ ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അതേ സ്ഥലത്ത് കുഴി കുഴിച്ചൊരൽപ്പം എത്തിയപ്പോ അവിടെ നിന്ന് ആ സ്വർണമെല്ലാം കിട്ടുകയാണ്. അദ്ദേഹത്തിന് ധാരാളം സ്വർണം കിട്ടുകയാണ്. കുറച്ചുകൂടെ താഴേക്ക് പോയപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, സംസം ഇങ്ങനെ വരികയാണ്, വെള്ളം ഇങ്ങനെ വരികയാണ്. ധാരാളം വെള്ളം, ഒരിക്കലും ഉറവ നിൽക്കാത്ത രൂപത്തിൽ വെള്ളം ധാരാളം കണ്ടപ്പോ നേരത്തെ പരിഹസിച്ചവരൊക്കെ മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഇതിന്റെ അവകാശം വേണം. കാരണം ഞങ്ങളുടെ പിതാവായ ഇസ്മായിലിന്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെ മാതാവായ ഹാജറിന്റെയും കിണറാണിത്. അതുകൊണ്ട് ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട്, ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറയുമ്പോ അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുക്കുന്നില്ല. അബ്ദുൽ മുത്തലിബ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഇതിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാം, അതല്ലാതെ ഒരു കാരണവശാലും ഇതിന്റെ അവകാശം തീരുമാനിച്ചു. ആ മധ്യസ്ഥന്റെ പേരാണ് ബനൂ സഅദ് ഗോത്രക്കാരുടെ ജ്യോത്സ്യനായിരുന്ന ഹുദൈബ്. എല്ലാവരും കബർ കുഴിക്കാൻ തുടങ്ങി. എന്തിനെന്നോ കബർ കുഴിക്കുന്നത്? അവിടെ ആ കബറിൽ അവർ ഇറങ്ങിക്കിടക്കും. ആരാണോ ആദ്യം മരണപ്പെടുന്നത് ബാക്കിയുള്ളവർ അയാളെ മറമാടും. അതല്ല, ആ മരുഭൂമിയുടെ മുകളിൽ ആ മണ്ണിൽ വെച്ചാണ് അവിടെ നിന്നും വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി, ഉറവ് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ആ വെള്ളം കിട്ടിയ സമയത്ത് ആളുകൾ എല്ലാവരും അവിടെ കൂടി എല്ലാവരും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, നമുക്കും നിങ്ങൾക്കുമിടയിൽ ഇതോടെ തീരുമാനമായിരിക്കുന്നു. സംസമിന്റെ കാര്യത്തിൽ ഇനി ഞങ്ങൾ തർക്കിക്കാനില്ല എന്ന് നേരത്തെ മക്കയിൽ വെച്ച് തർക്കിച്ച ഞങ്ങൾക്കും അവകാശം വേണമെന്ന് പറഞ്ഞ ഖുറൈശികളായ ആളുകൾ വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് പറയുകയാണ്, അഥവാ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ആരാണോ ഈ പ്രയാസപ്പെട്ട സമയത്ത് വെള്ളം കാണിച്ചു തന്നവൻ അവൻ തന്നെയാണ് മക്കയിൽ താങ്കൾക്ക് വെള്ളം കാണിച്ചു തന്നതും. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമുക്ക് മക്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ മക്കയിലെത്തിയ ശേഷം അവിടെ വെച്ചാണ് പിന്നീട് ആദ്യം ചെയ്തത്, അബ്ദുൽ മുത്തലിബ് ആദ്യം ചെയ്തത് ആ സംസം കിണറിനെ കല്ലുകൾ വെച്ച് ഒന്ന് ഉയർത്തിക്കെട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. ആദ്യമായി സംസം കിണറിനെ
കല്ലുകൾ വെച്ച് ഉയർത്തിക്കെട്ടിയത് അബ്ദുൽ മുത്തലിബായിരുന്നു എന്നതാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് സംസമിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും ആളുകളോട് പറഞ്ഞു, കുടിക്കാനെടുക്കാം, അതല്ലാത്ത ഒരു കാര്യത്തിനും സംസമിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നവരോട് പറയുകയും അങ്ങനെ സംസമിനെ ഏറ്റവും നല്ല രൂപത്തിൽ അവർ പരിപാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഒന്നുകൂടെ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുൻപെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ തീരുമാനമാണ്, ആളുകളുടെ ശ്രദ്ധ മക്കയിലേക്ക് ആകർഷിക്കണം, ആളുകൾ അങ്ങോട്ട് കടന്നു വരണം. നേരത്തെ ഞാൻ ബലി നൽകാം എന്ന് അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസത്തിലായ, വല്ലാത്ത ദുഃഖകരമായ ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നതും. തീരുമാനമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. പിന്നീടുണ്ടായ സംഭവങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.